ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ അടുത്ത ഭാഗമായി വരുന്ന ലൂസിഫർ 3 എന്ന ചിത്രത്തിന്റെ പേര് എന്താകും എന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശരിയായിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ വേണമെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകാം, അല്ലാത്ത പക്ഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഈ ചിത്രത്തിന്റെ ടീസർ ഡീകോഡിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, ഒന്നാമത്തെ ചിത്രത്തിൽ നിന്നും പല കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കാം ഈ രണ്ടാമത്തെ ഭാഗത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആ ഒരു ക്യാരക്ടറിനെ കൂടുതലായി കാണിച്ചുകൊണ്ട് ഖുറൈഷി എബ്രാഹിം എന്ന ക്യാരക്ടറിന്റെ രംഗങ്ങൾ വളരെ കുറച്ചുകൊണ്ട് കേരളത്തിലെ സ്റ്റീഫന്റെ കാര്യങ്ങളാണ് കൂടുതലായി കാണിച്ചിരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കേരളത്തിലുള്ള ഭാഗങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് പുറം രാജ്യത്തുള്ള ഖുറൈഷി എബ്രാഹിം എന്ന ആ ഒരു ക്യാരക്ടറിന്റെ കാര്യങ്ങളായിരിക്കാം കൂടുതലായി കാണിക്കാൻ സാധ്യതയുള്ളത്. അതിന്റെ കൂടെ ഒന്നാമത്തെ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഇൻട്രോ കൊടുത്തിരുന്നത് കേരളത്തിൽ വെച്ചുകൊണ്ട് കാണിക്കുന്നതായിട്ടായിരുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഖുറൈഷി എബ്രാഹിം എന്ന ആ ഒരു ക്യാരക്ടറിനെ പുറം രാജ്യത്ത് വെച്ച് കാണിച്ചുകൊണ്ടായിരിക്കാം മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ വരാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന്, ഒന്നാമത്തെ ചിത്രത്തിന്റെ ലൂസിഫർ എന്ന പേര് സൂചിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏഞ്ചൽ ആയിരുന്നു, എന്നാൽ പിന്നീട് പുറത്താക്കപ്പെട്ട് ദൈവത്തിന് എതിരെ നിന്ന ആളെന്ന രീതിയിലാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള ആളായിരുന്നു, പിന്നീട് നെഗറ്റീവായി മാറി എന്നതുപോലെയാണ്. സോ ആ ചിത്രത്തിൽ മോഹൻലാലിന്റെ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരുന്നതും ഒരുപാട് നന്മയെല്ലാമുള്ള ആളാണ്. എന്നിരുന്നാലും മറ്റുള്ളവർക്ക്, മഞ്ജു വാര്യറിന്റെ ക്യാരക്ടറിന് പോലും അല്ലെങ്കിൽ ഇന്ദ്രയത്തിന്റെ ക്യാരക്ടറിന് പോലും അയാൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. സോ ആ ചിത്രത്തിന്റെ പേര് പോലെ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു ചിത്രത്തെയും അവിടെ അവതരിപ്പിച്ചിരുന്നത്. സോ ഈ രണ്ടാമത്തെ ചിത്രത്തിന്റെ എമ്പുരാൻ എന്ന പേരിലേക്ക് വരുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാർക്ക് മുകളിൽ നിൽക്കുന്ന എന്നാൽ ദൈവത്തിന് തൊട്ട് താഴെയുള്ള ആളെന്ന രീതിയിലാണ്. അതായത് രാജാക്കന്മാരെ ഭരിക്കുന്ന മറ്റൊരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു എംപറർ എന്ന് പറയുന്നത് പോലെ. സോ ഒന്നാമത്തെ ചിത്രത്തിന്റെ ലൂസിഫർ എന്ന പേര് പോലെയാണ് ആ ഒരു ക്യാരക്ടറിനെയും സിനിമയും അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഈ ചിത്രത്തിൽ എംപറർ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന രീതിയിലെല്ലാം പറയുന്നത് കൊണ്ട് അത്രയും അധികാരമുള്ള രീതിയിൽ, അത്രയും പവർഫുൾ ആയിട്ടുള്ള, എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഒരാളെ പോലെയായിരിക്കാം മോഹൻലാലിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇലുമിനാറ്റി എന്ന ആ ഒരു കാര്യത്തെ ഒന്നാമത്തെ ചിത്രത്തിൽ ചെറിയ ചെറിയ റെഫറൻസുകൾ മാത്രം കൊടുത്തുകൊണ്ട് പോയിരുന്നുവെങ്കിലും ഈ ചിത്രത്തിന്റെ ടീസറിൽ തന്നെ ഒരുപാട് ഭാഗത്ത് ഈ ഇലുമിനാറ്റിയുടെ സിംബലുകളും മറ്റും കാണിച്ചിരിക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ അതിന്റെ കുറെ അധികം ഡീറ്റെയിലുകൾ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയം. ഒന്നാമത്തെ ചിത്രത്തിലെ പോലെ തന്നെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ ചിത്രവും അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത്. ആ ഒരു കാര്യത്തെ ലീഡ് ചെയ്യുന്നത് ടോവിനോ തോമസിന്റെ ക്യാരക്ടറും മഞ്ജു വാര്യറിന്റെ ക്യാരക്ടറും ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നാമത്തെ ചിത്രത്തിൽ ബോബി എന്ന ക്യാരക്ടർ തന്റെ സ്റ്റെപ്പ് ഡോട്ടറിനെ ഡ്രഗ് അഡിക്റ്റായി മാറ്റുകയും ലൈംഗികപരമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റായി ഈ ചിത്രത്തിൽ മഞ്ജു വാര്യറുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ സാനിയ അയ്യപ്പന്റെ ക്യാരക്ടറോ ഇങ്ങനെ സ്ത്രീകളും കുട്ടികളുമെല്ലാം ലൈംഗികപരമായി ചൂഷണത്തിന് ഇരയാകുന്നതിന് എതിരെയും ഡ്രഗ് അഡിക്റ്റ് ആകുന്നതിന് എതിരെയുമെല്ലാം പ്രവർത്തിക്കുന്നതായി കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ടീസറിൽ ചിത്രത്തിന്റെ പേരുകളും മറ്റും എഴുതി കാണിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ബ്ലഡിന്റെ നിറവും മറ്റും ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഒന്നാമത്തെ ചിത്രത്തെക്കാട്ടിലും കൂടുതൽ വയലൻസ് രംഗങ്ങളും ഈ ചിത്രത്തിൽ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, അതായത് ഈ ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സീക്വൽ ആണെങ്കിൽ കൂടി ആ ഒരു ചിത്രത്തിന്റെ ബാക്കിയായിട്ടല്ല എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാൻ പോകുന്നത്. പകരം ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണാതെ പോയിട്ടുള്ള, അതിന് മുന്നേ സംഭവിച്ചിട്ടുള്ള ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളും ഈ ചിത്രത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അതിൽ പ്രധാനമായത് മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറൈഷി എബ്രാഹിം എന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളായിരിക്കും. സ്റ്റീഫന്റെ അച്ഛൻ ആരാണ്, സ്റ്റീഫൻ എങ്ങനെയാണ് PKRന്റെ കയ്യിൽ എത്തപ്പെട്ടത് എന്നൊന്നും നമ്മളെ ആദ്യ ചിത്രത്തിൽ കാണിക്കാതിരുന്നത് കൊണ്ട് അത്തരം ഫ്ലാഷ് ബാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് കൂടാതെ ബോബി എന്ന ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകളും മറ്റും നമ്മളെ കാണിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആദ്യ ചിത്രത്തിൽ ബോബി എന്ന ക്യാരക്ടർ മരണപ്പെടുന്നതിന് മുന്നേ അയാൾ ഉപയോഗിക്കുന്ന സിഗരറ്റ് ലാമ്പിലായി ഒരു ഡ്രാഗന്റെ സിമ്പിൾ നമ്മൾ കണ്ടിരുന്നു. ഈ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ സിമ്പിളുള്ള ഒരാൾ നിൽക്കുന്നതായും കാണിച്ചിരുന്നു. സോ ബോബി ഓൾറെഡി തന്നെ മരണപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ബോബിയുടെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കൊടുത്തുകൊണ്ട് ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന ക്യാരക്ടറും ബോബിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആയത്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്.
ഒരുപക്ഷെ ബോബിക്ക് മറ്റ് പലരുമായും ബന്ധമുള്ളതുകൊണ്ട്, മറ്റ് രാജ്യത്തെ ആളുകളുമായി ബന്ധമുള്ളതുകൊണ്ട് അത്തരത്തിൽ പുറം നാട്ടിൽ വെച്ച് ബന്ധപ്പെട്ടിട്ടുള്ള, ഒരുപക്ഷെ ഡ്രഗുകളുമായി ബന്ധപ്പെട്ട് കണക്ട് ആയി വന്നിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ ബോബിയുമായി ബ്ലഡ് റിലേഷനിൽ തന്നെ വന്നിരിക്കുന്ന ആരെങ്കിലും ആകാം. സോ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ ബോബിയും ഇയാളുമായിട്ടുള്ള കണക്ഷനുകൾ കാണിക്കുകയും പിന്നീട് പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയോട് പ്രതികാരം ചെയ്യാനായി ഇയാൾ ഇവിടേക്ക് വരുന്നതായിട്ടും കാണിക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് ഈവിൾ, സാത്താൻ എന്നതിനെല്ലാമാണ്. സോ ഓൾറെഡി തന്നെ ലൂസിഫറിലും മറ്റും സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറൈഷി എബ്ര എന്ന ആ ക്യാരക്ടറാണ് ഇങ്ങനെ സാത്താനായിട്ടുമെല്ലാം അറിയപ്പെട്ടിരിക്കുന്നത്. സോ അതിനെക്കാട്ടിലും വലിയ വില്ലനായിട്ടാകാം ഈ ഒരു ചിത്രത്തിലേക്ക് ഇയാൾ വരാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ബോബി എന്ന ക്യാരക്ടർ വലിയ വില്ലനെല്ലാം ആണെങ്കിലും അയാൾ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി പലപ്പോഴും സ്റ്റീഫന്റെ മുന്നിൽ അയാൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ടും സ്റ്റീഫനോട് ഒരു മല്ലയുദ്ധത്തിന് ഏർപ്പെടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കാട്ടിലും വലിയ വില്ലനായിട്ട്, ലൂസിഫറിനെക്കാട്ടിലും വലിയ സാത്താനായിട്ട് ഈ ഒരു വില്ലൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇയാൾ സ്റ്റീഫനെ തോൽപ്പിക്കുന്ന രംഗങ്ങൾ പലപ്പോഴും വരാൻ സാധ്യത ഉണ്ടെന്നും ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ നേരിട്ടൊരു ഫൈറ്റ് നടത്താൻ സാധ്യത ഉണ്ടെന്നുമാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതുകൊണ്ടെല്ലാം ആകാം ആ ഒരു റെഡ് ഡ്രാഗൺ സിംബൽ കൊടുത്തുകൊണ്ട് ലൂസിഫറിനെക്കാട്ടിലും വലിയ സാത്താനാകാം ഇയാൾ എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് ചർച്ചയായിരിക്കുന്ന ലൂസിഫർ 3 എന്ന ചിത്രത്തിന്റെ പേരെന്താകും എന്ന കാര്യത്തെക്കുറിച്ചൊന്ന് നോക്കാം. കൃത്യമായി ആ പേര് ഇന്നതാകും എന്ന് പറയുക സാധ്യമല്ല. എന്നിരുന്നാലും ഒന്നാം ഭാഗമായ ലൂസിഫറും രണ്ടാം ഭാഗമായ എമ്പുരാനും വെച്ചുകൊണ്ട്, ആ രണ്ട് പേരുകളും വെച്ചുകൊണ്ട് എത്തരത്തിലുള്ള പേരാകാം മൂന്നാമത്തെ ചിത്രത്തിന് വരാൻ പോകുന്നത് എന്നാണ് ഇനി നോക്കാനായി പോകുന്നത്. സോ ലൂസിഫർ എന്ന പേര് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ദൈവം പുറത്താക്കിയിട്ടുള്ള ഒരു ഏഞ്ചൽ എന്ന പോലെ ദൈവവുമായി കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരുന്നത്. എമ്പുരാൻ എന്ന പേരിന്റെ അർത്ഥത്തിലും ദൈവത്തിന് താഴെയുള്ള, രാജാക്കന്മാർക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എംബറർ എന്ന രീതിയിലെല്ലാമാകും എമ്പുരാൻ എന്ന പേര് അവതരിപ്പിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ രണ്ട് പേരുകളും ദൈവവുമായി കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മൂന്നാമത്തെ ചിത്രം വരികയാണെങ്കിൽ അതിന്റെ പേരും ഇത്തരത്തിൽ ഒരു ദൈവവുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും അവതരിപ്പിക്കാനായി പോകുന്നത്. 2, ലൂസിഫർ എന്ന പേര് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള പേരാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ ഒരുപാട് നന്മയെല്ലാം ഉള്ളതായി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ലൂസിഫർ എന്ന പേര് പറയുന്നത് ചെകുത്താൻ എന്ന അർത്ഥത്തിൽ, ദുഷ്ടൻ എന്നുള്ള രീതിയിലെല്ലാമാണ്. എന്നാൽ എമ്പുരാൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള പേരായിട്ട് തോന്നിയിട്ടില്ല. ഒരുപാട് അധികാരമുള്ള, രാജാക്കന്മാരെ വരെ ഭരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ആ പേര് കേട്ടിട്ട് അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളതായി തോന്നിയിട്ടില്ല. സോ ഒന്നാമത്തെ ചിത്രത്തിന്റെ ലൂസിഫർ എന്ന പേരിൽ നിന്നും, നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നും രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു പേരാണ് പൃഥ്വിരാജ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സിനിമയിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു പേരിലേക്ക് അവർ നീങ്ങാൻ സാധ്യതയുണ്ട്. ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞത് രണ്ട് രീതിയിൽ അർത്ഥമാക്കാം. അതായത് ലൂസിഫർ എന്നത് ദൈവത്തിന് തുല്യനാണ് താനെന്ന് കരുതിയിരുന്ന ആളാണ്, അതായത് ദൈവത്തിനോട് ഒപ്പം നിൽക്കുന്ന രീതിയിൽ. എമ്പുരാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി പറയുന്നത് ദൈവത്തിന് തൊട്ട് താഴെയുള്ള ആളെന്ന രീതിയിലാണ്. സോ അങ്ങനെ ദൈവത്തിന് തുല്യമായ അവസ്ഥയിൽ നിന്നും തൊട്ട് താഴേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത പേരിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടി താഴേക്ക് എത്തി, ഒരുപക്ഷെ മനുഷ്യരെ കാക്കുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്കും, എന്നാൽ ദൈവത്തിന് ഒരുപാട് പ്രിയപ്പെട്ട ആളെന്ന രീതിയിലുമുള്ള ഒരു പേരായിരിക്കാം അവിടെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. ഇനി അതല്ല തിരിച്ചാണെങ്കിൽ ലൂസിഫറിനെ ദൈവം തന്റെ തുല്യനാണ് എന്ന് കരുതിയത് കൊണ്ട് അവിടെ നിന്നും പുറത്താക്കിയതാണ്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ലൂസിഫർ എന്ന പേരിൽ നിന്നും ദൈവത്തിന് തൊട്ടു താഴേക്കുള്ള എമ്പുരാനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത പേര് ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു രീതിയിലേക്കും വരാൻ സാധ്യതയുണ്ട്. സോ എന്ത് തന്നെയാണെങ്കിലും മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് ദൈവവുമായി കണക്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പേര് തന്നെയായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. ഇനി ഈ പേരെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാകാൻ സാധ്യതയില്ല. സ്റ്റീഫൻ, എബ്ര ഖുറൈഷി എന്നിങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരാകാൻ സാധ്യതയില്ല. പകരം ലൂസിഫർ എന്ന പേര് നോക്കുകയാണെങ്കിൽ അത് ഒരാളെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ബൈബിളിലെല്ലാം പറയുന്നതെങ്കിലും ഈ ഡെവിൾ, ചെകുത്താൻ എന്നുള്ള പേരുകളെല്ലാം അർത്ഥമാക്കുന്നത് പൊതുവെ ഇത്തരം ക്രൂര സ്വഭാവമുള്ള ആളുകളെ പറയുന്നതാണ്. അതേപോലെ എമ്പുരാൻ അല്ലെങ്കിൽ എംബറർ എന്നുള്ള രീതിയിൽ പറയുന്നതെല്ലാം അത്തരം അധികാരമുള്ള ആളുകളെ എല്ലാം പറയുന്നതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ ചിത്രത്തിനായി പേരിടാൻ പോകുമ്പോഴും അവിടെ ഒരു വ്യക്തിയുടെ പേരല്ല, പകരം ദൈവത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പോസിറ്റീവ് പേര്, എന്നാൽ കോമണായി യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പേര് കൂടിയായിട്ടായിരിക്കും ആ പേര് അവിടെ സെലക്ട് ചെയ്യാനായി പോകുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും
എന്താകും ഈ മൂന്നാമത്തെ ചിത്രത്തിനായി പൃഥ്വിരാജ് കണ്ടുവച്ചിരിക്കുന്ന പേരെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്നും തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. എമ്പുരാൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.